അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം മുഴുവനായിട്ട് സമയബന്ധിതമാണ്. ഓരോ ദിവസത്തെ നിസ്കാരവും ഒരു വർഷത്തെ നോമ്പും ഹജ്ജും തുടങ്ങി എല്ലാ പ്രവർത്തനവും പ്രത്യേക സമയത്തും പ്രത്യേക കാലത്തുമാണ് നിർവഹിക്കേണ്ടത്. എന്നാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിലായി വ്യത്യസ്ത കലണ്ടറുകൾ പ്രയോഗത്തിലുണ്ട്. മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ ജീവിതവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്, പ്രത്യേകിച്ചും ആരാധനാ കർമ്മങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഹിജറ കലണ്ടർ തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് മുതൽ കണക്കാക്കപ്പെടുന്ന ഹിജറ കലണ്ടറിൽ മുഹറം തുടങ്ങിയിട്ട് പരിശുദ്ധമായ ദിൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസങ്ങളാണുള്ളത്. ഗ്രിഗോറിയൻ അല്ലെങ്കിൽ ക്രിസ്തു വർഷം എന്ന് പറയുന്ന ജനുവരിയിൽ തുടങ്ങിയിട്ട് ഡിസംബറിൽ അവസാനിക്കുന്ന 365 ദിവസമുള്ള കലണ്ടറിൽ നിന്ന് 11 ദിവസത്തെ കുറവ് ഉള്ള കലണ്ടർ സംവിധാനമാണ് പരിശുദ്ധമായ ഹിജറ കലണ്ടർ. കേവലം ആരാധനയോട് കൂടെ അവന്റെ സക്കാത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുന്നത്, അത് എപ്പോ തുടങ്ങി എപ്പോ അവസാനിച്ചു, അത് എപ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്നത് 355 ദിവസമുള്ള പരിശുദ്ധമായ ഹിജറ കലണ്ടർ അനുസരിച്ചാണ്. എന്ന് മാത്രമല്ല, ഒരു വ്യക്തി പ്രായപൂർത്തിയാകുന്നതും പോലും കണക്കാക്കേണ്ടത് ഈ ഹിജറ കലണ്ടർ അനുസരിച്ചാണ്. ഈ ഹിജറ കലണ്ടറിൽ 12 മാസമുള്ള ഹിജറ കലണ്ടറിൽ അല്ലാഹു തആല പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ വളരെ പവിത്രമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ റമദാനിന് ശേഷം നോമ്പ് നോൽക്കാൻ ഏറ്റവും പ്രതിഫലമുള്ള മാസമാണ് മുഹറം മാസം. ഈ മുഹറം മാസത്തിൽ മനുഷ്യ കുലത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് സന്തോഷങ്ങളുടെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ മാസമാണ് പരിശുദ്ധമായ മുഹറം. പ്രത്യേകിച്ചും ആശുറ ദിനം, അതായത് മുഹറം 10 മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കളെയും മറ്റും അല്ലാഹു തആല രക്ഷിക്കുകയും വിശ്വാസികൾക്ക് സന്തോഷവും ആശ്വാസവും നൽകിയ ദിവസമാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെയും മറ്റുള്ള അവരുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടതും, അതുപോലെ തന്നെ നൂഹ് അലൈഹിസ്സലാം അവരുടെ കപ്പൽ നങ്കൂരമിട്ട ദിവസവും ആശുറ ദിനത്തിലാണ്. ഇങ്ങനെ ഒരുപാട് പവിത്രതയുള്ള ദിവസമാണ് പരിശുദ്ധമായിട്ടുള്ള ആശുറ. ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ളതാണ്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് റമദാൻ നിർബന്ധമാകുന്നതിന് മുമ്പേ മുഹറം 10 നോമ്പ് നിർബന്ധമായിരുന്നു. റമദാൻ മാസത്തെ നോമ്പ് നിർബന്ധമായതിനു ശേഷമാണ് മുഹറം 10 നോമ്പ് അല്ലാഹു തആല സുന്നത്താക്കി മാറ്റിയിട്ടുള്ളത്. മുഹറം 10 നോമ്പ് കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ, പിഴവുകളെല്ലാം പുറത്തു തരും എന്നതിൽ നമുക്ക് മനസ്സിലാകുന്നത്, പുതിയൊരു ജീവിതം തുടങ്ങാൻ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ തീരുമാനങ്ങളുമായിട്ട് പുതിയ ഒരുപാട് പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നാം കൂടുതൽ അടുക്കാൻ ഓരോ വർഷം തീരുമാനമെടുക്കേണ്ട മാസമാണ്, ദിവസമാണ് മുഹറം 10 എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആശുറ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പിഴവുകൾ പരിഹരിക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് നമുക്ക് മനസ്സിലാകുന്നത്, പുതിയൊരു തുടക്കത്തിന് ഉള്ള ഒരു അവസരമായിട്ടാണ് അല്ലാഹു തആല ആശുറ ദിനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു വർഷം, ഈ പരിശുദ്ധമായ മാസവും ദിവസവും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ചേരാനുമുള്ള ഒരു അവസരമായിട്ട് അല്ലാഹു തആല നമുക്കെല്ലാം കനിയുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.